കാഞ്ഞങ്ങാട് നഗരത്തിന്റെ സ്ഥിരാകേന്ദ്രമായ കോട്ടച്ചേരിയിൽ നിന്നും 2 കിലോമീറ്റർ അകലെ കിഴക്കുംകരയിൽ നിന്നും വെള്ളിക്കോത്ത് റോഡിലൂടെ അല്പം നടന്നാൽ ഒരു ക്ഷേത്ര കമാനവും കുളവും കാണാം. കമാനത്തിലൂടെ അല്പം നടന്നാൽ പുണ്യപുരാതനമായ ശ്രീ കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെത്തുകയായി. ഏകദേശം 400 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രം സ്ഥാപിതമായെന്നാണ് ഐതിഹ്യം. ഇവിടെ പഞ്ചലോഹത്തിലാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്ര സ്ഥാനികനായ തിരുമുടി നായരച്ചന്റെ ആഗമനവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ഗുരുവായൂരിൽ നിന്നും കരിവള്ളൂർ ഭഗവതി ക്ഷേത്രത്തിലേക്കും പിന്നീട് കാഞ്ഞങ്ങാട് അതിയാലിലേക്കുമുള്ള തീർത്ഥാടനത്തിൽ തിരുമുടി നായരച്ചൻ ഇന്നത്തെ മുച്ചിലോട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഒരു ആൽമര തണലിൽ വിശ്രമിച്ചു. ദാഹം തോന്നിയ നായരച്ചൻ അടുത്തു കണ്ട ഒരു മുസ്ലിം വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു. തേജസ്വിയായ വയോവൃദ്ധന് തന്റെ കൈകൊണ്ട് വെള്ളം കൊടുക്കാൻ കല്യാൽ മുസ്ലിം കുടുംബത്തിലെ അലിക്ക് ഒരു വിഷമം. അദ്ദേഹം കപ്പിയും കയറും ഒരു കുടവും നൽകി ആൽത്തറയ്ക്കടുത്തുള്ള കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിച്ച് ദാഹശമനം നടത്താൻ തിരുമുടിയോടരുളുന്നു. വെള്ളം കുടിച്ച് ദാഹശമനം വരുത്തി പോകാനായി ഇറങ്ങുമ്പോൾ തന്റെ ഓലക്കുട എടുക്കാൻ ശ്രമിച്ചെങ്കിലും പൊങ്ങിയില്ലത്രേ. ശ്രീ മുച്ചിലോട്ട് ഭഗവതി കരിവള്ളൂരിൽ നിന്നും തന്നെ അനുധാവനം ചെയ്തതായി പ്രശ്നചിന്ത വഴി ഗ്രഹിച്ചു. പിന്നീട് സമുദായ അംഗങ്ങൾ ക്ഷേത്രം പണിത് ദേവിയെ കുടിയിരുത്തിയെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ ആദ്യ ദിനം നട തുറന്ന് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ട വെള്ളമെടുക്കുന്നതിന് കുടവും കയറും ഇന്നും കല്യാലലിയുടെ പിന്മുറക്കാരാണ് നൽകി വരുന്നത്. 1994 ഇവിടെ പെരുങ്കളിയാട്ടം നടന്നത്.